കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്താ, അള്ളാഹു ഇപ്പം അത് പറയാനാണ് സമയമില്ല. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണം അത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട് പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം. സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. ആർക്കെവിടെയും നോക്കാം, രസിക്കാം, കടക്കാം. സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. എത്ര കറക്റ്റാണ് തഴവ ഉസ്താദിന്റെ വരികൾ. അള്ളാഹു എടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. 29 വർഷം 30 കൊല്ലം പൂർത്തിയായി അവിടുന്ന് വഫാത്തായിട്ട് തഴവ ഉസ്താദ്. അതിനും 15 കൊല്ലം മുമ്പ് എഴുതി, ഏകദേശം 45 കൊല്ലം മുമ്പ് എഴുതി വെച്ചത് നമ്മുടെ നാട്ടിലേക്ക് നോക്കിയിട്ട് ഇന്നത്തെ കാലത്തേക്ക് നോക്കി എഴുതിയതുപോലെ. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പണമുള്ളതാകുന്ന ആളുകൾ പത്രാസ് കാണിക്കുന്ന സ്വന്തം മകളുടെ കല്യാണം വരുമ്പോഴാണ്. ഞാൻ വലിയ കാശുകാരനെന്ന് എങ്ങനെയെങ്കിലും അറിയിക്കണമല്ലോ. അതിന് ഒരു വഴിയാണ് വലിയ വണ്ടി എടുത്ത് നടക്കുക, വലിയ വീട് വെക്കുക. രണ്ടാമത്തതുള്ള വഴിയാണ് മകളുടെ കല്യാണം വരുമ്പോൾ 10,000 പേർക്ക് പന്തലൊരുക്കിയിട്ട് ഭക്ഷണം ഒരുക്കിയിട്ട് വിളിക്കുക. അവസാനം 5,000 പേർക്ക് തികഞ്ഞുള്ളൂ, ബാക്കി പേർക്ക് തികഞ്ഞിട്ടില്ല. അങ്ങനെ എത്ര കല്യാണം ഭക്ഷണം തികഞ്ഞിട്ടില്ല. വലിയ പത്രാസ് കാണിച്ചിട്ട് നാട്ടുകാർ എല്ലാം ബൊഫേ പരിപാടിയാണ്. വന്ന് നിന്നിട്ട് അങ്ങോട്ട് മുന്നേ ആർമാദിച്ച് പോവുക. പച്ച കല്യാണം, മഞ്ഞ കല്യാണം, ചുവപ്പ്, അത് ഇത് എല്ലാം. 80 കഴിഞ്ഞ വല്യപ്പായ വള്ളി നിക്കറടിച്ചിട്ട് പെരയുടെ മുകളിൽ നിർത്തിയിരിക്കുക, യോയോ കാണിച്ചുകൊണ്ട് ഇരിക്കുക. ഇപ്പം ചാകും. അടുത്ത ദിവസം കീഴ്പ്പയ്യൂർ മഹല്ലിൽ കൊണ്ട് അടക്കേണ്ടതാണ്. എന്നാലും പുള്ളിക്ക് ഒരു വള്ളി നിക്കർ ഇട്ട് കൊടുത്ത് 3/4 ഇട്ട് കൊടുത്ത് പുള്ളിയെ നിർത്തിയിരിക്കുക. പ്രായമുള്ള ആളുകൾ പോലും എതിർക്കുന്നില്ല. മഹല്ലിൽ നടക്കുന്നതാകുന്ന തെമ്മാടിത്തരങ്ങളെ എതിർക്കാൻ മഹല്ലിലേതാകുന്ന ആളുകൾ തയ്യാറാകുന്നില്ല. മഹല്ല് ശക്തമായ തീരുമാനം വിഷയത്തിലെടുക്കണം. തീരുമാനം എടുത്താൽ മാത്രം പോലെ നടപ്പിലാക്കണം. അത്തരത്തിലുള്ള കല്യാണങ്ങൾ നടപ്പാൻ പറ്റൂല എന്ന് ശക്തമായൊരു തീരുമാനം ഏർപ്പെടുത്തുകയും ആരെങ്കിലും ആഭാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ശക്തമായി അവരെ മഹല്ലത്തിൽ നിന്ന് പുറത്താക്കുകയും വേണം. അതൊക്കെ അനിവാര്യമാണ്, നിർബന്ധമാണ്. ദീനിന്റെ വിഷയത്തിലുള്ള ശത്രുതൊന്നും പ്രശ്നമല്ല. ദീനിന്റെ വിഷയത്തിൽ അള്ളാഹു നമ്മളെ സാലിഹീകളെ ചെറുക്കുമാറാവട്ടെ. പറഞ്ഞിട്ടും കേൾക്കാത്ത ആളുകളാണ് പിന്നെ എന്ത് ചെയ്യും? എത്ര ആളുകളാണ് പണം കൊണ്ട് ആഭാസം കാണിക്കുന്നത്, തോന്നിവാസം കാണിക്കുന്നത്. ഇതിപ്പോൾ സ്വർണത്തിന് വില കൂടി ഇപ്പോഴും ചിലർ സങ്കടം പറയുന്നത് മകളെ ഇനി എങ്ങനെ കെട്ടിക്കുമെന്നാണ്. ഇനി ഈ മഹർ കൊടുക്കാനും ഈ സ്വർണ്ണമൊക്കെ ഇത്ര വലിയ മൂല്യമാക്കിയതാരാ? സഹോദരങ്ങളെ, വെള്ളിയാണ് യഥാർത്ഥത്തിൽ മഹറിന് വേണ്ടത്. വെള്ളി കൊടുക്കലാണ് സുന്നത്തുമുള്ളത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കട്ടെ. നമ്മളാണ് ഈ വിവാഹ മൂല്യമൊക്കെ കൂട്ടിയത്. 5 പവൻ കൊടുത്തോണ്ടിരുന്നവർ ഇപ്പം 3 ആക്കി. കാരണം എന്താ? പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് സാധനத்தைയും കൂടെ കുറച്ച് നമ്മൾ തന്നെ പ്രയാസമാക്കുന്ന ജീവിതം നമ്മൾ തന്നെ കൊണ്ടുവന്നു. ഒരു വിരുന്ന് സൽക്കാരം നടത്തുന്നു, എല്ലാം നമുക്ക് വേണം. അങ്ങനെയാണല്ലോ, മട്ടൻ വേണം, കുട്ടൻ വേണം, ചിക്കൻ വേണം, അത് വേണം, ഇങ്ങനെ ഇല്ല. എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ നമുക്ക് തന്നെ ഒരു മാനസിക വെറുപ്പാണ്. നമ്മൾ പറയും ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ എന്ന് നമ്മളിങ്ങനെ പറയാം. കാരണം നമ്മളിങ്ങനെ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. കടയിലുള്ള കോഫി, ചായ, ഇടിയപ്പം, പൊറോട്ടി, പത്തിരി, അപ്പം, ദോശ, ഇറച്ചി, മുട്ടറോസ്, കിഴങ്ങര്, കേക്ക്, മുറുക്ക്, അച്ചപ്പം, നെയ്യപ്പം, സുഖയും പോളി, ഒപ്പടപൊളി, ജിലേബി, അൽപൂരി എല്ലാം കയറണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ നമ്മുടെ മനസ്സിൽ തന്നെ വെപ്രാളാണ്. പടച്ചവൻ ഇതൊന്നും ഇല്ലല്ലോ എന്ന്. ആണോ അല്ലയോ? അങ്ങനെ ആയിപ്പോയി. പണ്ടങ്ങനെ അല്ലല്ലോ. സൽക്കാരം നമ്മളെ കൊണ്ട് ഒതുങ്ങുന്നത് കൊക്കിലൊതുങ്ങുന്നതായിരുന്നു. നമ്മളിപ്പോൾ ഇന്നത് വിശാലവൽക്കരിച്ചു, വിശാലമാക്കി. അപ്പം എല്ലാത്തിനും നമുക്കെന്തായി കുടുസായി തുടങ്ങി. ഇനിയൊരു സാമ്പത്തിക ഞെരുക്കം നമുക്ക് വരും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ് ഒരു വലിയ ഞെരുക്കം ഈ ഉമ്മത്തിനുണ്ടാകും. സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അൽ ഖനാഅതു, ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ജീവിതമാണ് വേണ്ടത്. ആ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇപ്പോൾ ഒരു വിശാലത ഉണ്ടല്ലോ. ഇപ്പോൾ ദുനിയാവ് നമുക്കിങ്ങനെ വാരിപ്പുണർന്ന് അല്ലാഹു തരികയാണ്. ഇതൊരു പിടുത്തം വരും.
ഈ പിടുത്തപ്പെട്ട് അവസാനം ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ട് സാമ്പത്തികമായി ഞെരുക്കത്തിൽ അമർന്നു നിൽക്കുമ്പോഴാണ് ഇമാം മഹ്ദി റളിയല്ലാഹുവിന്റെ കടന്നുവരവ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി യഹ്സിൽ മാല ഹസിയൻ ലാ യഉദ്ദുഹു അദ്ദാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വന്നു കഴിയുമ്പോൾ പിന്നെ ഇസ്ലാമികമാകുന്ന ഭരണത്തിലേക്ക് വരികയാണ്. ആ സമയത്താണ് പ്രിയമുള്ളവരെ അദ്ദേഹം സമ്പത്ത് യഹ്സിൽ മാല ഹസിയൻ, പൈസ ഇങ്ങനെ വാരി വിതറും, കണക്കൊന്നും നോക്കൂല, ഒരാൾക്ക് ആവശ്യമുള്ളത് ഇഷ്ടം പോലെ കൊടുക്കാൻ. ലാ യഉദ്ദുഹു അദ്ദൻ, എണ്ണുന്ന പരിപാടിയില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു യുഗത്തിലേക്ക് ഇനി പോകാൻ പോവാണ്. അതിനു മുമ്പ് ഒരു പിടുത്തം വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുണ്ടാവണമല്ലോ, എന്തായാലും വരും. പല രീതിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മുമ്പത്തെ പോലെയല്ല, പൈസ ഒന്നും ഇത്ര ലക്ഷം രൂപ കയ്യിൽ വെക്കാൻ പറ്റൂല. അഥവാ കൈ വെച്ചാൽ അതിന് കണക്ക് കാണിക്കണം. ഇത്ര ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഒറ്റയടിക്ക് ഇടാൻ പറ്റൂല. അങ്ങനെ വെച്ചാൽ അതിന് കണക്ക് കാണിക്കണം, IT ഫയൽ ചെയ്യണം. ഇത്ര ലക്ഷം രൂപയുടെ ഫണ്ട് 10 ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനം എടുക്കാൻ പറ്റില്ല, ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കണക്ക് കാണിക്കണം. ഇങ്ങനെ തുടങ്ങി എല്ലാ ക്രോസും വെച്ചിരിക്കുകയാണ്. ഇനി ഓരോന്നായിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ വരും. ഇപ്പൊ പൈസയുടെ വന്നു, ഇനി അത് സ്വർണത്തിൽ വരും, പിടുത്തം വരും. സ്വർണ്ണം ഇത്ര സൂക്ഷിക്കാൻ പറ്റൂല, ഇത്ര സൂക്ഷിച്ചിട്ടുള്ളവർ അത് ഇത്ര കണക്ക് കാണിക്കണം, അടുത്ത നിയമം വരും. ഇതൊന്നും വരാൻ വേണ്ട. വൈകുന്നേരം 8:30 ആകുമ്പോൾ പ്രതീക്ഷ വേണം, ഏതെങ്കിലും ഒരു ദിവസം കയറി വരും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നേരെ ഇരുണ്ട് വെളുക്കൊന്നും വേണ്ട, ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഓരോന്ന് വരിക നിയമങ്ങൾ. ഇത് വരുമെന്നാണ്. അവസാന കാലഘട്ടമാകുമ്പോൾ പല പ്രശ്നങ്ങളും കുടിസുകളും ഉമ്മത്തിന് വരും. ഇത് തീർന്നു എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നീണ്ടു വരും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അതുകൊണ്ട് സമ്പത്തിട്ട് ദൂർത്തടിക്കണ്ട. ഇളാഅത്തുൽ മാൽ, സമ്പത്ത് ആവശ്യമില്ലാതെ പാഴാക്കുന്ന പരിപാടി അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ഇന്ന് ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതാണ്. ആവശ്യമില്ലാതെ പണം ചെലവഴിക്കുക, ആവശ്യമില്ലാത്ത ചെലവുകൾ, ദുർവ്യയം വല്ലാതെ കൂടുതലാണ് ചെലവുകൾ. അത് മഹല്ലിലെ ഓരോ അംഗങ്ങളും അത് ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. വീട്ടിൽ ചെലവുകളൊന്ന് എഴുതി വെക്കണം. എഴുതി വെക്കുമ്പോഴാണ് ചെലവിൻ്റെ തുകകൾ മാസത്തിൽ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഒരു ബുക്ക് വാങ്ങിച്ചിട്ടൊന്ന് എഴുതണം. ഓരോ ദിവസവും ചെലവഴിക്കുന്ന പൈസ മക്കളാരെങ്കിലും ഏൽപ്പിച്ചാൽ മതി. ബാപ്പ മൊബൈലിനകത്ത് കറക്റ്റ് ചെയ്ത് വെക്കുക. വൈകിട്ടാകുമ്പോൾ മക്കളോടൊന്ന് പറയുക, മോളെ ഇന്ന സാധനങ്ങൾ ഇന്ന സംഭവം ഒന്ന് എഴുതി വായിക്കും. ഒരു മാസത്തെ ബില്ല് എത്രയാണെന്ന് അപ്പോഴറിയുക. ഇത് നല്ല സുഖമുണ്ടല്ലോ. രാവിലെ മുതൽ ചിലവഴിക്കുന്നു, ഇങ്ങനെ പോകുന്നു. എത്രയാണ്? 3000 അവിടെ കൊടുത്തു, 5000 അവിടെ കൊടുത്തു, 1000 അവിടെ കൊടുത്തു, 500 അവിടെ കൊടുത്തു. എത്രയാണെന്ന് ഒരു കണക്കുമില്ല. ഇതൊന്ന് എഴുതി വെച്ച് ഒരു മാസത്തെ ചെലവ് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കി. നമ്മൾ സാധാരണ പറയും ഇത്ര രൂപ, അത്ര രൂപ ഒന്നും അല്ല, അതിന് മുകളിൽ പോകുന്നുണ്ട്. പല ചെലവുകളും പാഴായിട്ടുള്ള ചെലവുകൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലയോ, അവസാന കാലഘട്ടമാകുമ്പോൾ ലോകത്തുള്ളതാകുന്ന സർവരും മുസ്ലിമിനെതിരെ തിരിയുമത്രേ. യൂശികുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽകിലതു ഇലാ ഖസാതിഹാ. മനോഹരമാക്കപ്പെട്ട ഭക്ഷണ തലികയിലേക്ക് വിശന്നു വലഞ്ഞ ആളുകൾ കൈനീട്ടിക്കൊണ്ട് ഭക്ഷണം വാരി വലിച്ച് തിന്നാൻ തുനിയുന്നത് പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ ആളുകൾ കടന്നു വരുമേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ 1400 വർഷം മുമ്പ് നബി തങ്ങൾ പറഞ്ഞത് ഇന്ന് വ്യക്തമായിട്ട് പുലർന്നില്ലയോ? 365 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ളതാകുന്ന ഗസയുടെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീണ് മരണപ്പെട്ടു പോയ മക്കളുടെ കണക്ക് എത്രയാ? നമ്മളിവിടെ കുടിച്ച് രസിക്കുകയാണ്, കളിച്ച് രസിക്കുകയാണ്. കേവലം നമ്മൾ ഒരു ഐക്യദാർഢ്യത്തിന്റെ സദസ്സ് നടത്തി കേവലം ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് മാറി നിന്നാ പോരെ മുസ്ലിമേ. നമ്മുടെ ഹൃദയത്തിൽ ഈമാനികമാകുന്ന പരിവേഷം ഉണ്ടാവണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മിതത്വം കടന്നു വരണേ. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ മിതത്വം വരണേ. നമ്മൾ ജീവിക്കുന്ന അതേ സമയത്ത് തന്നെ ഫലസ്തീന മക്കൾ പട്ടിണിയിലൂടെ പ്രയാസപ്പെടുമ്പോൾ സുഭിക്ഷതയിൽ ആറാടാൻ നമ്മൾ സമ്മതിക്കരുത്. നമ്മുടെ മക്കൾ വിഭവസമൃദ്ധമാകുന്ന ഭക്ഷണം കഴിച്ച് വില കൂടിയ വാഹനങ്ങൾ കറങ്ങി നടക്കുന്നു, വൈദ്യുതികൾ പാഴാക്കി കളയുന്നു. ചെലവെങ്കിലും ഒന്ന് ചുരുക്കി ജീവിക്കാൻ ഈ ഉമ്മത്തൊന്ന് തയ്യാറാകണേ. പച്ചക്കല്യാണം, മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം എന്ന് വേണ്ട കല്യാണത്തിന്റെ ദിനരാത്രങ്ങളോടനുബന്ധിച്ച് 4-5 ദിവസങ്ങൾ രാപ്പകലുകളായിട്ട് നടക്കുന്ന ആഭാസങ്ങൾ ഈ ഉമ്മത്തി എന്നാണ് അറുതി വരുത്തുന്നത്. അവസാനം അതാ പുതിയ ആപ്പിളയും പുതിയ വണ്ണം കൊണ്ടുവരുന്നത് JCBയിൽ കൊണ്ടുവന്ന് വലിച്ചു കൊണ്ടുവരുകയാണ്. ആരാണിത് നിങ്ങൾക്ക് പകരം നൽകിയത്? ഏത് പ്രവാചകന്റെ അനുയായിയാണ്? എന്തിനാണ് നീ നബിദിന ആഘോഷം നടത്തുന്നത്?
പ്രവാചകന്റെ പേരിൽ തോരണം കെട്ടി കൂക്കുന്നവർ, പ്രവാചകന്റെ പേരിൽ മദ്ഹ് ആലപിക്കുന്നവർ, ആദ്യം പ്രവാചകരുടെ ജീവിതം ഒന്ന് കൊണ്ടുവരണേ. റസൂലുള്ള കാണിച്ചു തന്ന പ്രവർത്തനമാണോ? എത്ര ആഭാസകരമാകുന്ന പ്രവർത്തനമാണ് ഈ ഉമ്മത്തി ഏറ്റെടുത്തിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ മൗലിദ് വളരെ ശ്രേഷ്ഠതയുള്ളതാണ്. റസൂലുള്ളാഹിന്റെ പ്രകീർത്തനത്തിന്റെ സദസ്സുകൾ വളരെ ഔഷധമുള്ളതാണ്. അത് കുടുംബജീവിതത്തിന്റെ ബറക്കത്തിന്റെ നിദാനമാണ്. അത് ബഹുമാനപ്പെട്ട തലവാ ഉസ്താദ് അൽ മവാഹിബുൽ ജലിയയിലൂടെ ലോകത്തെ പഠിപ്പിച്ചതാണ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേർ ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. അഹ്ലുസുന്നയുടെ പ്രവർത്തകരാണെന്ന് കേവലം പേര് മാത്രം കൊണ്ട് കാര്യമില്ല. ജീവിതത്തിലേക്ക് പ്രവാചകരെ സ്നേഹിച്ചുകൊണ്ട് മൗലിദിന്റെ സദസ്സുകൾ നടത്താൻ തയ്യാറായിട്ടുള്ള മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ? റസൂലുള്ളാഹിയെ പാടി പുകഴ്ത്തണ്ടേ, റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലിക്കൊണ്ട് വീടുകൾ ബറക്കത്തുണ്ടാവണ്ടേ. എല്ലാ കള്ളന്റെ ഫിത്നകളിൽ നിന്ന് ഒഴിവാകും, കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിന് തൊട്ട് ഒഴിവാകും. നമ്മൾക്കെതിരെ മാരണം ചെയ്യുന്ന, കൂടോത്രം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് സംരക്ഷണമാണ്. എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് പരിപൂർണമായ കാവലാണ് അല്ലാഹു നൽകുക എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. നമ്മൾ നോക്കേണ്ടത് ഒന്നൂറു ഇലാ അസ്ഫല മിൻകും, നിങ്ങളിൽ താഴേക്കിടയിലുള്ളവരിലേക്ക് നോക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി വലാ തൻദുറു ഇലാ മൻ ഫൗഖക്കും, നിങ്ങളുടെ മുകളിലുള്ളതാകുന്ന സ്റ്റേജിലുള്ളവരിലേക്ക് നോക്കരുത് ദുനിയാവിൻ്റെ വിഷയത്തിലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആഖിറത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ എങ്ങോട്ട് നോക്കണം? നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കണം. അയാളുടെ നിസ്കാരം, അയാളുടെ ഖുർആനോത്ത്, അവിടെ എല്ലാവരും നോക്കുക താഴോട്ട്. നമ്മൾ നല്ല റാഹത്തായിട്ട് പോകുന്നുണ്ടല്ലോ, മറ്റവൻ അത്രത്തോളം പോകുന്നില്ലല്ലോ എന്നാണ്. ദുന്യാവിൻ്റെ വിഷയം വരുമ്പോൾ നമ്മൾ നോക്കുന്ന മുകളിലത്തെ സ്ഥിതിയിലുള്ള, അത് പാടില്ല. അത് നിന്റെ അവസാനമാണ്, ആഖിബത്ത് മോശമായി തീരും. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, കുറഞ്ഞ കാലഘട്ട ജീവിതം നമുക്കുള്ളൂ. 60-70 വയസ്സുള്ള കാലഘട്ട ജീവിതം. അതിൽ തന്നെ പകുതി കഴിഞ്ഞവർ ഈ സദസ്സിലുണ്ട്, മുക്കാലും കഴിഞ്ഞ് തീർന്നെത്തവരാളുകൾ 60-70 ഒക്കെ എത്തിയവരുണ്ട്. എല്ലാ താടിരോമവും നരച്ചു, തലയിലെ രോമകൂപങ്ങളും നരച്ചു. ഇനി നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാൻ ഇനി ഒരു പ്രവാചകൻ വരാനില്ല. അവസാനത്തെ പ്രവാചകൻ വന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ ചെയ്തിട്ടുള്ള തിന്മകൾ അള്ളാഹുവിനോട് ഏറ്റുപറയും, തൗബ ചെയ്യൽ. ഇനി ഒരു ഹറാം നമ്മുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കൽ, ഒരു കറാഹത്ത് പോലും വരാതെ ശ്രദ്ധിക്കൽ, എല്ലാ ഫർളുകളെയും ഗൗനിക്കൽ. കുറഞ്ഞ കാലഘട്ട ജീവിതം, അള്ളാഹു എൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാളിച്ചകൾ നീ പുറത്തു തരണേ എന്ന് ഇസ്തിഗ്ഫാർ ചെയ്ത് കരഞ്ഞു ദുആയിരക്കിൻ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. ഈ മഹല്ലിൻ്റെ ഐക്യം അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എവരുടെയും ആഖിബത്ത് അള്ളാഹു നന്നാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.